കോഴിക്കോട് വെർച്വൽ അറസ്റ്റിലൂടെ 75-കാരിയുടെ 36 ലക്ഷം രൂപ തട്ടിയ സംഘത്തിലെ 4 പേർ പിടിയിലായി. പണം തട്ടിയെടുക്കുന്നതുമായി ഉപയോഗിച്ച അക്കൗണ്ടിന്റെ ഉടമയും തട്ടിപ്പ് സംഘത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുന്നവരുമാണ് അറസ്റ്റിലായത്. വയോധികയെ വിദേശത്തിരുന്ന് വെർച്വൽ അറസ്റ്റ് ചെയ്ത കുറ്റവാളിയെ തേടി സൈബർ പോലീസ് അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 75-കാരിയെ തേടി വിദേശത്ത് നിന്ന് വാട്സ്ആപ്പ് വീഡിയോ കോളാണ് എത്തിയത്. മുംബൈയിലെ കൊളാബ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും 4 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് കേസിൽ താങ്കളെ അറസ്റ്റ് ചെയ്യുകയാണെന്നും വിളിച്ചയാളുടെ ഭീഷണി. തുടർന്ന് വയോധികയുടെ പേരിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള 36 ലക്ഷം രൂപ തട്ടിയെടുത്തു. പണം നഷ്ടമായി ദിവസങ്ങൾക്കിപ്പുറമാണ് തട്ടിപ്പാണ് നടന്നതെന്ന് വയോധിക തിരിച്ചറിഞ്ഞത്. വയോധിക സൈബർ പോലീസിൽ പരാതി നൽകി. പണം എത്തിയത് 2 അക്കൗണ്ടുകളിലേക്കെന്ന് പോലീസ് കണ്ടെത്തി. തട്ടിപ്പിനു വേണ്ടി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമയെയും വൻകിട തട്ടിപ്പ് സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് നൽകുന്നവരെയുമാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പാറോപ്പടി സ്വദേശി കെ ഹരിപ്രസാദ്, കല്ലായി സ്വദേശി ഫാസിൽ, അത്താണിക്കൽ സ്വദേശി കെ വി ഷിഹാബ്, മലാപ്പറമ്പ് സ്വദേശി എ റബിൻ എന്നിവരാണ് പിടിയിലായത്. ഇത് പണം അയച്ചു കൊടുത്ത 2 അക്കൗണ്ടുകളിലേക്കാണ് അയച്ചു കൊടുത്തത് കാണപ്പെട്ടു. ഈ അക്കൗണ്ടുകൾ രണ്ടും കേരളത്തിലാണ്. ഈ ഒരു അക്കൗണ്ട് ഹോൾഡറെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത അയാൾ റിമാൻഡിലാണ്. തുടർന്ന് ബാക്കിയുള്ള ഈ അക്കൗണ്ട് സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇന്നിപ്പോൾ ബാക്കി 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അക്കൗണ്ട് തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് കമ്മീഷൻ തുക കിട്ടുന്നുണ്ട്. ഈ കമ്മീഷൻ തുക ഇവർ കൈപ്പറ്റിയതിനുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ നമ്മൾ ഇന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അവരെ റിമാൻഡ് ചെയ്തിട്ടുള്ളതും. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വെർച്വൽ അറസ്റ്റ് എന്ന് വിശ്വസിപ്പിക്കുന്നത് തട്ടിപ്പ് സംഘത്തിന്റെ മാത്രം രീതിയാണ്. ഇത്തരം തട്ടിപ്പിൽ വീഴരുത്. തട്ടിപ്പിനിരയായെന്ന് തോന്നിയാൽ ഉടൻ 1930 എന്ന നമ്പറിൽ സൈബർ സെല്ലുമായി ബന്ധപ്പെടണം. ന്യൂസ് മലയാളം, കോഴിക്കോട്.